ഹായ് ഫ്രണ്ട്സ്, ചേട്ടക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പം നമ്മൾ നോക്കണ ഒരു മണ്ണ് ഉപയോഗിച്ച് അങ്ങനെ ഒരു ചെറിയൊരു പാത്രം ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മിക്കവരും വീടിൻ്റെ അടുത്തുള്ള മണ്ണൊക്കെ എടുത്ത് ഇതുപോലെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴും പൊട്ടിപ്പോകാനുള്ള ചാൻസും അതുപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, അധിക കാലം ഇരിക്കാറില്ല. അപ്പം നമ്മൾ നോക്കിയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മണ്ണ് തയ്യാറാക്കി എടുക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെ ഒരു പാത്രം സിമ്പിളായിട്ട് നിർമ്മിക്കുക. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ വീഡിയോ തൊട്ട് താഴേക്കണം ആ സബ്സ്ക്രൈബ് ഇട്ടോ ഞെക്കി പൊട്ടിച്ചേക്ക് തൊട്ടിപ്പുറ കാണുന്ന ബെല്ലൊക്കെ കൂടെ എനേബിൾ ചെയ്ത് ഞാനിന്ന് ഓരോ വീഡിയോ നിന്ന് കപ്പോളപ്പത്തിന് ലഭിക്കുന്നത്. നമുക്കെന്നാ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിതിനായിട്ട് ഒരു ബക്കറ്റ് മണ്ണെടുക്കേണ്ടതുണ്ട്. മണ്ണെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ കല്ലും കാണരുത്, അതുപോലെ തന്നെ നല്ല പശപ്പുള്ള മണ്ണും ആയിരിക്കണം. അതാണ് നമ്മളിപ്പോൾ മണ്ണെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു ബക്കറ്റ് മണ്ണാണ് നമ്മൾ എടുക്കുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പാത്രം നിങ്ങൾ കണ്ടല്ലോ, നല്ല സൂപ്പർ പാത്രം. ഇതേ നോക്കി, നല്ല പൂ പോലെയുള്ള പാത്രമാണ്. അപ്പോൾ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ തന്നെ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഞെക്കിപ്പിടിച്ച് തൊട്ടിപ്പുറം കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞാനിന്ന് ഓരോ വീഡിയോ കപ്പളപ്പളത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനുള്ള സൂപ്പർ വീഡിയോയുമായി ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ. Caught in the crossfire.